രേണുവിനെ ഞങ്ങൾ കൊണ്ടുപോകണം. കാര്യം രേണുവിന് എപ്പോഴും പോയിട്ടെ പോണം. ഹാപ്പി ഓണം എല്ലാവർക്കും. നമസ്കാരം. രേണുസുതിയും അപ്പാനി ശരത്തും എവിക്റ്റഡ്. ഇതിന് കാരണം രേണുസുതിയുടെ കയ്യിലിരിപ്പ്. എനിക്ക് പുറത്ത് പോണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുഴപ്പം. പിള്ളേരെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ഈ കേരളത്തില് ഈ പെണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്വന്തം നാവ് കൊണ്ട് തന്നെ വലിച്ചു വെച്ച എവിക്ഷനാണ്. അപ്പാനി ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും കിച്ചണകത്തും മറ്റെല്ലാ ഏരിയയിലും നടന്ന് വഴക്കുണ്ടാക്കി തെറി പറയുന്നു. മസ്താനിയാണ് ഇപ്പോ എനിക്ക് തോന്നി ഏറ്റവും വലിയ റന ഫാത്തിമയൊക്കെ വലിയ ഒരു കുഴപ്പക്കാരിയായിട്ട് തോന്നുന്നത്. എന്നുവെച്ചാൽ സംസാരത്തില് അവരെ ഏറ്റവും വലിയ തെറി പറഞ്ഞു, ചേർത്ത് ഒക്കെ പറഞ്ഞത് എനിക്കറിയത്തില്ലേ. ഇപ്പൊ അത് പറയാൻ കൊള്ളത്തില്ലെന്നൊക്കെയാണ് മസ്താനി പറഞ്ഞത്. എന്തായാലും ശരി, ലാലേട്ടൻ പുറത്തു വിട്ടു. ഈ പുലി കളിച്ച 5 പേരെ വെളി വന്ന് പുലി കളിച്ച 5 പേർക്ക് സേഫ് സോൺ ആണ്. ബാക്കി എല്ലാവരുടെയും കാര്യം നാളെ പറയുമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ കാര്യങ്ങൾ വിശദമായി നോക്കാം. രേണുവിനെ കൂട്ടി ലാലേട്ടൻ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ബിഗ് ബോസിൽ കണ്ടത്. രേണു നല്ല വോട്ടില് 6th 7th പൊസിഷൻ ആയിരുന്നു. പക്ഷെ രേണുവിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് രേണു പോയി, അത്രേ ഉള്ളൂ കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് വീട്ടിൽ പോകണം എന്നും പറഞ്ഞ് പറയുമ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം എത്രയോ ലക്ഷം ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പറയുമ്പം ഏഷ്യാനെറ്റിനെ വെറും വിഡ്ഢികളാക്കുക. നിങ്ങൾ എന്തിനാ പിടിച്ചു വെച്ചേക്കുന്ന കരയുന്ന ഒരാളെ അതിനകത്ത് പിടിച്ചു വെക്കുന്ന എത്രയോ പേര് കേരളത്തിൽ ഇതിനകത്ത് പ്ലാറ്റ്ഫോം സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുന്ന കമന്റുകളാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എല്ലാരെയും വലിച്ച് അനുമോളെ തൂക്കി എറിഞ്ഞെന്ന് വേണം പറയാൻ, മസ്താനിയെ പൊക്കി എറിഞ്ഞു എന്ന് വേണ്ട. സംഭവ ബഹുലമായ ലാലേട്ടന്റെ ഒരു എപ്പിസോഡ്. ലാലേട്ടൻ ഹൗസിനുള്ളിൽ വന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. വന്നു കഴിഞ്ഞപ്പോൾ അക്ബറിന്റെ പാട്ടും ഒരു പാരഡി ഒരു കോമഡി പാട്ടും അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഉള്ള ചെറിയൊരു തിരുവാതിരയും ഒക്കെ ബിഗ് ഹൗസിനുള്ളിൽ നല്ല സന്തോഷം നിറഞ്ഞു. എങ്കിൽ പോലും ലാലേട്ടൻ ഇതിന്റെ ആദ്യ പകുതി കൂടുതല് ഭയങ്കര ടെമ്പേർഡായിട്ടാണ് ഉള്ളത്, ചൂടായിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം ഇത് സമൂഹത്തില് ഇതൊരു വലിയ ഷോയാണെന്നും ഇതിനകത്തിൽ മത്സരിക്കുന്നവരിൽ നിന്ന് ചില നല്ല കാര്യങ്ങൾ സമൂഹത്തിന് കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച എന്ത് മണ്ണാങ്കട്ട കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ബിഗ് ബോസിൽ പോകുന്ന കാലം മുതൽ ലാലേട്ടനോട് ഒരു ദുഷ്പേരുള്ളത് തന്നെയാണ്. ഇത്രയും വലിയ മഹാനടൻ എന്തിനാ ഈ പ്ലാറ്റ്ഫോമിൽ പോകുന്നത്? പക്ഷെ അദ്ദേഹം അത് വൃത്തിയായിട്ട് ചെയ്യാനുള്ളൊരു സന്മനസ് കാണിക്കുന്നു. എന്തും ഞാൻ ചെയ്യും. നമുക്കറിയാം കർണൻ ഉൾപ്പെടെയുള്ള കഥാപാത്രം എടുത്ത ലാലേട്ടനെ ഇതൊക്കെ വെറും സില്ലി. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് വലിച്ചു കീറിയ അനുമോളെയാണ്. അനുമോള് പുതപ്പിനടി കണ്ണെന്ന് പറഞ്ഞ കാര്യം അവിടുത്തെ 72 ക്യാമറ വന്നിട്ടില്ല. പിന്നെങ്ങനെ കണ്ടു? എന്നിട്ട് ആ കൊച്ചു കുറച്ച് നിൽക്കുകയാണ്. അപ്പോൾ മോഹൻലാലിന് തന്നെ മനസ്സിലായി ഇത് ശരിക്കും ഒരു കളിയാണ്, ഇതൊരു ഗെയിമാണ്. അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇന്ന് അനുമോളെയായിരുന്നു ആദ്യം പിടിച്ച് കളയേണ്ടത്. പക്ഷെ തന്ത്രപരമായി കളിക്കുന്ന കുട്ടിയാണ് അനുമോൾ എന്ന് മനസ്സിലായി. അതുപോലെ വോട്ടിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ അനുമോള് ടോപ്പ് 5ൽ വരുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അനുമോള്, അനീഷ്, ജിസേല് ഇവരൊക്കെ 3 പേര് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ കണക്കൂട്ടാം. വൈൽഡ് കാർഡൊക്കെ എത്ര പേര് കയറി വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെയൊക്കെ കളികളിലും ശരിക്കും വരുന്ന ആഴ്ചകളിലാണ് വരുന്നത്. അതുപോലെ തന്നെ ആര്യനെ, ജിസേലിന്റെ സമീപനത്തെ ലാലേട്ടൻ ഒത്തിരി പുകഴ്ത്തി പറഞ്ഞു കേട്ട്. ശരിയാണ്, സംയമനം പാലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ജിസേലിന്. നീ ഇത് പറയുമ്പോ സോറി പറയണമെന്നൊക്കെ ജയിലിൽ പറയുമ്പോൾ പോലും അനുമോള അതൊക്കെ ഒരു തന്ത്രമാണെങ്കിൽ പോലും ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പരിപാടി ഇല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അങ്ങനെ നിരവധി കാര്യങ്ങൾ ഹൗസിനുള്ളിലെ ഓരോരുത്തരെയും അനീഷിനെ പൊക്കി, പിന്നെ അതുപോലെ തന്നെ മറ്റേ സ്റ്റോർ റൂമിൽ കൊണ്ടിരുത്തിയേക്കുമാണ് ലാലേട്ടന്റെ ഷോയിൽ വിലക്ക് 2 പേർക്കുണ്ടല്ലോ, അത് മറന്നോ? നമ്മുടെ അക്ബർക്കയും റന ഫാത്തിമയും സ്റ്റോറിലിരുന്ന് പരിപാടിയൊക്കെ കാണുന്നുണ്ട്. അവർ കാണാൻ സംഭവം തോന്നുന്നു, എന്നാലും കാണുന്നുണ്ട്. അങ്ങനെ അപ്പാനിശരത്തിന്റെ തെറിവിളി എല്ലാം പാട്ടിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ അതിനെയൊക്കെ നിശ്ചിതമായി വിമർശിച്ചു. ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുഞ്ഞു കളിക്കാനുള്ള സ്ഥലമല്ല എന്ന് നല്ല താക്കീത് കൊടുത്തിരിക്കുകയാണ്. ഇനിയും ഏറ്റവും വലിയ ഒരു ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. പരസ്പരം ലോട്ടിട്ട് എടുക്കുക. ആ ലോട്ട് എടുക്കുന്ന ആളിന്റെ വസ്ത്രം ഒരാഴ്ച അലക്കി കൊടുക്കണം. അണ്ടർവെയർ കൊടുത്താലും അലക്കിയേ പറ്റൂ, ട്രേസർ കൊടുത്താലും അലക്കിയേ പറ്റൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ പലർക്കും പലരെ കിട്ടിയേക്കുന്നത് ശൈത്യക്കാണ് അനിമോളെ കിട്ടിയേക്കുന്നത്. ശൈത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അനിമോൾ, ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായിട്ടും മാറിയിട്ടുണ്ട്. കാര്യം അനിമോള് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗെയിം കളിച്ച് അനീഷിന്റെ ഒരു സ്ട്രാറ്റജിയാണ്, ആ തന്ത്രങ്ങള് സ്ട്രാറ്റജി അവിടെ വിലപ്പോകത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്തോ അവര് അങ്ങനെ വന്നത്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഡിഫറൻറ്റ്, ഇത്രയും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രം അലക്കാനുള്ള ഒരു യോഗം കൂടി കൊടുത്തിട്ടാണ് ലാലേട്ടൻ ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പോയിട്ടുള്ളത്. ഇനി ആരും അവിടുന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞില്ല. ഇന്ന് വന്ന് ചോദിച്ചപ്പം എഴുതി പ്ലേറ്റ് മാറ്റി വിഷമം വരുമ്പോ പറഞ്ഞതാണ് പോണമെന്നില്ലെന്ന്. ലാലേട്ടൻ പറഞ്ഞു വേണ്ട പോരെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനാണ്. ഇനി തിരിച്ച് കയറ്റുണ്ടോന്നൊന്നും അറിയത്തില്ല. ലാസ്റ്റ് മൊമെന്റില് ഇനി തിരിച്ചു വിട്ടിട്ടോന്നും അറിയത്തില്ല. എന്തായാലും ശരി, രേണുസുതിയുടെ മറ്റൊരു കിട്ടിയ സുവർണ അവസരം പാഴാക്കിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തൊരു സ്വപ്നം കണ്ട് ഈ 7 വർഷമായിട്ട് നടക്കുന്ന പലരും വെളിയിലുണ്ട്. നല്ല കണ്ടസ്റ്റൻസ് കാണും. ചിലപ്പോൾ ബിഗ് ബോസിന് അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അവരെ കയറ്റാനോ പറ്റാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തുവാ കയറി വന്നവരെ ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് ഇപ്പോൾ വന്നൊരു പരാജയം എന്നാണ് തോന്നുന്നത്. എന്തായാലും ശരി, പലരും സന്തോഷിക്കുന്നവരും കാണും, സഹതപിക്കുന്നവരും കാണും. അങ്ങനെ ലാലേട്ടൻ വന്ന് വെളിയിൽ നിൽക്കുന്ന ഹൗസിലേക്ക് വരുമ്പോഴുള്ള ഡ്രസ്സ് അടിപൊളി, ഒരു പച്ച നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് ലാലേട്ടൻ വന്നത്. മറ്റേ ലാലേട്ടന്റെ ഫ്ലോറിൽ നിൽക്കുന്ന ഒരു പാൻറ്റും ഒരു ജീൻസ് മാതിരി തോന്നി. പിന്നെ ഒരു ഷർട്ട്, ഒരു ബ്ലാക്ക് ഷർട്ട്, കുറെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഷർട്ടും ഒക്കെ ഇട്ടാണ് ലാലേട്ടന്റെ വസ്ത്രങ്ങളാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഏറ്റവും കലി കൊടുത്തു മുതൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പല 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 ഡ്രസ് കോഡുകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാരെയും ഓരോരുത്തരെയും എണ്ണി ലക്ഷ്മിയെ, പാനിശരത്തിനെ, അക്ബറിനെ, ഒനീലിനെ, എല്ലാവർക്കും ശരിക്ക് ഇത് ചെയ്തു വലിച്ചു കയറിയ അനിമോളയാണെന്ന് വേണം. മസ്താനിയൊക്കെ വെളിയിലുള്ള കാര്യങ്ങൾ അകത്ത് പറയരുന്ന് നിർദ്ദേശിച്ചു വിട്ടാണ്. അതെല്ലാം തെറ്റിച്ചു. പക്ഷെ ഇനി ആരും തെറ്റിക്കത്തില്ല. ഇനി നല്ല രീതിയിൽ ഏകദേശം എല്ലാം പൊളിച്ചടുക്കി ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വലിയ കുഴപ്പമില്ലാതെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ശരി, മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.